സുഹൃത്തുക്കളെ, ഹെൽത്ത് ഇൻഷുറൻസ് ഒരു ഭയങ്കര സംഭവമാണ്. ഇത് എടുക്കാനുള്ളവരും എടുത്തിട്ടുള്ളവരും ഒക്കെ പറയുന്നതും അതിനൊക്കെ ഒരു കുറച്ച് അവർക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു ഇൻഷുറൻസ് തന്നെ അതിൻ്റെ ആനുകൂല്യം എന്നാന്നല്ല ഞാൻ പറയാൻ പോകുന്നത്. നമ്മളൊരു ഹെൽത്ത് ഇൻഷുറൻസിനെ പറ്റി സംസാരിച്ച് വരുമ്പോൾ ചിലരൊക്കെ പറയുന്നതെന്നറിയാം, ഏതെങ്കിലും ഒരു ക്ലെയിം കിട്ടാത്തവർ അല്ലെങ്കിൽ ചുമ്മാ പറയുന്നവരൊക്കെ ഉണ്ട്. എന്താണെന്നറിയാമോ, ഇതൊന്നും കിട്ടാനല്ല അല്ലെങ്കിൽ കൊടുക്കാനല്ല, ക്ലെയിം എങ്ങനെ കൊടുക്കാതിരിക്കാം എന്നാണ് കമ്പനികൾ തീരുമാനിക്കുന്നത്. ഒരു ഏജൻറ്റ് എന്ന് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ അവരോട് ഇതേപറ്റി കാര്യമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇത് നല്ല വിവരമുള്ളവർ പറയുന്നതല്ല കേട്ടോ. അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ ചെറിയ കുഴപ്പങ്ങളൊക്കെ ഉള്ളവരാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുക. മറ്റുള്ളവരൊക്കെ നന്നായിട്ട് വിവരമുള്ളവരൊക്കെ അറിഞ്ഞതിന് ശേഷം മാത്രമാണ് സംസാരിക്കുകയുള്ളൂ. ഇങ്ങനെയുള്ളവർ കുറേ പേരുണ്ട് നമ്മുടെ നാട്ടിൽ. അപ്പോൾ അവർക്കൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് കാര്യങ്ങൾ, ഒത്തിരി ഒന്നും ഒരു വീഡിയോ കൂടെ പറയാൻ പറ്റില്ല. ഒരു പോളിസിയിൽ എങ്ങനെയാണ് ക്ലെയിം കൊടുക്കാതിരിക്കുക എന്നല്ല ചിന്തിക്കുന്നത്. ഏതൊരു പോളിസി, പല പോളിസികളും ഉണ്ട്. ഓരോ കമ്പനികൾക്കും പല പേരിലും അറിയപ്പെടുന്ന പോളിസികളുണ്ട്. അതിൽ ഓരോ പോളിസികൾക്കും ഓരോരോ തരത്തിലുള്ള കവറേജുകളാണുള്ളത്. അടിസ്ഥാനമായിട്ട് അസുഖം വരുമ്പോൾ അല്ലെങ്കിൽ അപകടം വരുമ്പോൾ ചികിത്സാ ചെലവ് കൊടുക്കുക എന്നുള്ളതാണ് പോളിസിയുടെയൊക്കെ മെയിൻ ഉദ്ദേശം. പക്ഷേ അതിനകത്ത് വ്യത്യാസമുണ്ട്. കിട്ടണേലൊക്കെ നമ്മൾ അടയ്ക്കുന്ന പ്രീമിയത്തിൻ്റെ, എടുക്കുന്ന സം അഷ്യൂർഡിൻ്റെ എത്ര പേരെടുക്കുന്നു, അവർക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ, അപകടം വന്നതാണോ, ഇതൊക്കെ അനുസരിച്ചിട്ടാണ് അവർക്ക് കവറേജ് കൊടുക്കുന്നത്. എന്നാലും പിന്നെ നിലവിലുള്ള അസുഖങ്ങൾക്ക് 4 വർഷം കഴിഞ്ഞേ കിട്ടുകയുള്ളൂ, ചിലതിന് 2 വർഷം കഴിഞ്ഞേ കിട്ടുകയുള്ളൂ, പെട്ടെന്നുണ്ടാകുന്നതിന് ഇങ്ങനെ കിട്ടും. പിന്നെ ഈ പറയുന്ന പോലെ ഒരു അപകടം വന്ന ആൾക്ക് കൊടുക്കുന്നതിന് അവർക്ക് എന്താണ് ഡിസബിലിറ്റി ഇതൊക്കെ അറിഞ്ഞതിന് ശേഷം, പിന്നെ എന്തെങ്കിലും നിലവിൽ ചെറിയ അസുഖങ്ങളോ ഉള്ളവർക്കൊക്കെ മെഡിക്കൽ ചെക്കപ്പ് ഇതൊന്നും ഇല്ലാതെ കൊടുക്കുന്നവർ, അങ്ങനെ പല വിധത്തിലുള്ള കമ്പനികളുണ്ട്. അതിൽ 4 പൊതുമേഖലാ കമ്പനികളും ബാക്കി കുറേ പ്രൈവറ്റ് ഇൻഷുറൻസുകളും ഉണ്ട്. സ്റ്റാൻഡ് എലോൺ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികളും ഉണ്ട്. അതായത് ആകെ നമ്മൾക്ക് ഹെൽത്ത് ഇൻഷുറൻസ് മാത്രം വിൽക്കുന്ന കമ്പനികൾ, മറ്റ് ഹെൽത്ത് ഇൻഷുറൻസും മറ്റ് ജനറൽ ഇൻഷുറൻസുകളും എല്ലാം വിൽക്കുന്ന കമ്പനികൾ, അങ്ങനെ കുറേ കമ്പനികളുണ്ട് നമുക്ക്. അവർക്ക് ഓരോരുത്തർക്കും കുറേ പേരുകളിൽ അറിയപ്പെടുന്ന ഹെൽത്ത് ഇൻഷുറൻസും ഉണ്ട്. അതിലിപ്പോൾ ഞാനൊക്കെ വിൽക്കുന്ന ഒരു 3-4 ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ ഇൻഷുറൻസ്, അതായത് ന്യൂ ഇന്ത്യയുടെ ഹെൽത്ത് ഇൻഷുറൻസും 2-3 പ്രൈവറ്റ് കമ്പനികളുടെ ഹെൽത്ത് ഇൻഷുറൻസും ഞാൻ വിൽക്കുന്നുണ്ട്. അതിലധികവും ഞാൻ കൊടുക്കുന്നത് ന്യൂ ഇന്ത്യയുടെ തന്നെയാണ്. കാരണം എനിക്ക് കൃത്യമായിട്ട് അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന, അതിനെപ്പറ്റി കൃത്യമായിട്ട് അറിയുന്ന കമ്പനിയും, പിന്നെ നമുക്ക് നിയമങ്ങൾ അനുസരിച്ച് നമുക്ക് അതിനകത്ത് ഓരോ പോളിസിയും, ന്യൂ ഇന്ത്യ അഷുറൻസിൻ്റെ ഓരോ പോളിസിയിലും അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ അനുസരിച്ച് ക്ലെയിം മേടിച്ച് കൊടുക്കാൻ പറ്റുന്ന ഒരു കമ്പനിയാണ് ന്യൂ ഇന്ത്യ. മറ്റിടത്തിലൊക്കെ കണ്ടീഷൻ പറയുന്നുണ്ടെങ്കിലും ആ പറയുന്ന കണ്ടീഷൻ അപ്പടിയും പാലിക്കപ്പെടാറില്ല. അതെൻ്റെ അനുഭവമാണ്. കാരണം ഇപ്പം നമ്മൾ ന്യൂ ഇന്ത്യയിൽ ഒരാൾക്കൊരു പോളിസി എടുത്തിട്ടുണ്ട്, ഇനി പ്രൈവറ്റ് വേറൊരു കമ്പനിയിൽ ഒരു പോളിസി എടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഒരു പനി വന്ന് ആശുപത്രി പോയി കിടന്നു കഴിഞ്ഞാൽ ഡോക്ടർ ചിലപ്പോൾ ചെല്ലുമ്പോൾ രോഗീനെ ചെന്നിട്ട് പറയും, രോഗീനെയൊക്കെ നോക്കിക്കഴിഞ്ഞിട്ട് ആശുപത്രിയിൽ അഡ്മിറ്റ് ആക്കാൻ പറയുമ്പോൾ 101 ഡിഗ്രിക്ക് മുകളിലെങ്കിലും പനി ഉണ്ടെങ്കിലാണ് പ്രൈവറ്റ് കമ്പനികൾ മിക്കവാറും അവർക്ക് ക്ലെയിം ക്യാഷ്ലെസ് ആയിട്ട് അനുവദിക്കുകയുള്ളൂ. അല്ലെങ്കിൽ അവർക്ക് കിടക്കേണ്ട കാര്യമില്ലായിരുന്നു പറഞ്ഞാൽ ക്ലെയിം നിരസിക്കുകയാണ് പതിവ്. അതേസമയം ഒരു പൊതുമേഖലാ കമ്പനി, പ്രത്യേകിച്ച് എനിക്ക് പ്രത്യേകിച്ച് അറിയാവുന്ന ന്യൂ ഇന്ത്യയിലാണ്, ഞാൻ ന്യൂ ഇന്ത്യയിലാണ് വർക്ക് ചെയ്യുന്നത്. ഡോക്ടർ അഡ്മിറ്റ് ചെയ്ത്, ഒരു അംഗീകൃതമായ ഒരു ഡോക്ടർ അഡ്മിറ്റ് ചെയ്തിട്ട് പനിയാണെന്നും പറഞ്ഞ് അഡ്മിറ്റ് ചെയ്ത് ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ ക്യാഷ്ലെസ്സിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ കമ്പനി കൊടുത്തിരിക്കും. അതാണ് അതും ഇതും തമ്മിലുള്ള വ്യത്യാസം. പിന്നെ ഈ പറയുന്ന പോലെ തന്നെ കട്ടിങ്, പൊതുമേഖലാ സ്ഥാപനമായ ന്യൂ ഇന്ത്യയുടെ ക്ലെയിം കൊടുത്ത റേഷ്യോ, അതായത് മേടിച്ച പ്രീമിയത്തിൽ നിന്ന് കൊടുത്ത പ്രീമിയം എന്ന് പറയുന്ന 110% അത് IRDAയുടെ സൈറ്റിൽ കയറുമ്പോൾ ഏതൊരു വ്യക്തിക്കും മനസ്സിലാവുന്ന കാര്യമാണ്. മറ്റുള്ളവർക്ക് അങ്ങനെ കൊടുക്കാൻ സാധിക്കില്ല. കാരണം ഏതൊരു കമ്പനിക്കും ഒരു ലാഭവും മറ്റ് ചെലവുകളും ഒക്കെ അതിനകത്തുനിന്ന് തന്നെ പോകുമ്പോൾ ഇതിങ്ങനെ കൊടുക്കാൻ സാധിക്കില്ലാത്തത് കൊണ്ട് അവിടെ കുറച്ചൊക്കെ കട്ടിങ്ങും കൂടുതലാണ്. ഇത് ഞാനിങ്ങനെ പറയുന്ന സത്യാവസ്ഥയാണ്. എനിക്ക് എല്ലാ കമ്പനികളും കുറേ കമ്പനികളുടെ ക്ലെയിമിനെ പറ്റി കുറച്ച് അറിവുള്ളത് കൊണ്ടാണ് പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് ഏത് കമ്പനിയുടെ ഗവൺമെൻറ് കമ്പനിയിലേക്ക് പോളിസി എല്ലാവരും കൂടി എടുക്കാൻ വന്നോട്ട് തരുമോ? കാരണം ഇവിടെ എന്തെങ്കിലും ചെറിയ അസുഖങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ 50 വയസ്സ് കഴിഞ്ഞാൽ ഒക്കെ മെഡിക്കൽ ചെക്കപ്പ് ഇല്ലാതെ ഓരോ പോളിസിയും തരത്തില്ല. 65 വയസ്സ് വരെയൊക്കെ കൊടുക്കുന്ന പോളിസി ഉണ്ടെങ്കിലും ഒത്തിരി കണ്ടീഷൻസ് അതിനകത്ത് നമ്മൾ പോളിസിയുടെ കാര്യങ്ങൾ നിങ്ങൾ പറയുന്നത് എഴുതി ചേർത്തതിന് ശേഷമാണ് കൊടുക്കുന്നത്. ആ കണ്ടീഷൻസ് പാലിക്കപ്പെടാതിരുന്ന ക്ലെയിം വന്നാൽ കൊടുക്കില്ല. ആ സമയങ്ങളിൽ കണ്ടീഷൻസൊക്കെ കറക്റ്റ് ആണെങ്കിൽ പോളിസിക്ക് ക്ലെയിം കൊടുക്കും. ഉദാഹരണം, ഇപ്പം ഞാനൊരു ഫാമിലി കഴിഞ്ഞ പ്രാവശ്യം ഒരു പോളിസി കൊടുത്തു. ഒരു കുഞ്ഞു കുട്ടിയും അപ്പനും അമ്മയും കൂടെ കൂടിയിട്ടുള്ളൊരു പോളിസി കൊടുത്തു. ഈ കുട്ടിക്ക് ഒരു
1 വയസ്സുള്ള കുട്ടിയാണ്. ഒരു ദിവസം പെട്ടെന്ന് എന്തോ കടിച്ച പോലെയാണെന്നാണ് അവർ പറയുന്നത്. ഒരു പാടും തടിപ്പും ഒക്കെ ആയിട്ട് ആശുപത്രി കൊണ്ടുചെന്നു. ആദ്യത്തെ കൊണ്ടുചെന്നോടത്തിലും കുറച്ച് ടെസ്റ്റുകളും ഇതൊക്കെ ചെയ്തു. എന്നിട്ട് അവർക്ക് മനസ്സിലായില്ല എന്താണെന്നുള്ളത്. അതിനുശേഷം അതിനെ വേറെ ഒരു ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്തു. അവിടെ ചെന്നപ്പോഴും കുറച്ച് ടെസ്റ്റുകൾ ചെയ്തു. എന്താണ് അവർ കടിച്ചതാണെന്നാണ് പറയുന്നത്. എന്താണ് കടിച്ചതെന്ന് വീട്ടുകാർക്കും അറിയില്ല. ആശുപത്രി ചെന്ന് ടെസ്റ്റ് ചെയ്തിട്ടും മനസ്സിലായില്ല. കുറേ പൈസ ആശുപത്രിയിൽ ചിലവായി. അവർക്ക് ക്ലെയിമിന് അപേക്ഷിച്ചിട്ട് കിട്ടിയില്ല. കാരണം നമ്മൾ കുറേ ചികിത്സ ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതെന്താണെന്ന് കൃത്യമായിട്ട് നിർവചിക്കാൻ പറ്റിയാലോ, ഒന്നല്ലേ ആശുപത്രിക്കോ അല്ലെങ്കിൽ നമ്മൾക്കോ പറയാൻ പറ്റിയ അതിനൊരു പ്രത്യേക അതൊരു കാര്യത്തിന് വേണ്ടി ചികിത്സ എടുത്താൽ മാത്രമാണ് നമുക്ക് ക്ലെയിം കിട്ടുന്നത്. പിന്നെ വേറെ ഒരു അനുഭവമുണ്ട്. എൻ്റെ ഒരു പോളിസി ഹോൾഡറുടെ കുട്ടിക്ക് പരീക്ഷയുടെ സമയത്തുണ്ടാകുന്ന ടെൻഷൻ വന്ന് കുട്ടിക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങൾ വന്നു. ആശുപത്രി കൊണ്ടുപോയി. ആശുപത്രി ഡോക്ടർ അവിടെ മരുന്നൊന്നും കൊടുത്തില്ല. അഡ്മിറ്റാക്കി കുറേ ടെസ്റ്റുകളൊക്കെ ചെയ്തു. 2-3 ദിവസം അഡ്മിറ്റാക്കി ക്ലെയിമിന് അപേക്ഷിച്ചു. ക്ലെയിം റിജക്റ്റ് ചെയ്തു. അതും ഗവൺമെൻറ് കമ്പനിയാണ്. എന്ത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരുവിധ ചികിത്സയും ആ കുട്ടിക്ക് എടുത്തില്ല. അപ്പോൾ എങ്ങനെ മരുന്ന് കൊടുക്കും? അങ്ങനെ എടുക്കുന്നതൊന്നും നമുക്ക് ക്ലെയിമായിട്ട് കിട്ടത്തില്ല. പിന്നെ ഇന്ന് ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ദിവസം എൻ്റെ ഒരു കസ്റ്റമർ കയറി വന്നു. കാരണം അവരെടുത്തിരിക്കുന്ന ഏറ്റവും ഒരുവിധ സാധാരണക്കാരനാണ്. അവരെടുത്തിരിക്കുന്ന പോളിസി എന്ന് പറയുന്ന ഒരു 2 ലക്ഷത്തിൻ്റെ പോളിസിയാണ്. അതിൽ അവർക്ക് തൈറോയിഡിൻ്റെ അസുഖം ഉണ്ട്. തൈറോയിഡല്ല, ഹെർണിയ ഉണ്ട്. അത് ഇച്ചിരി കോംപ്ലിക്കേഷൻ ആയ രീതിയിലാണ്. അപ്പം നമ്മളത് കാണിച്ചു കൊടുത്തുകൊണ്ടാണ് പോളിസി എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ഒരു 6 മാസം കഴിഞ്ഞപ്പോഴത്തേനും ആശുപത്രിയിൽ അവർക്ക് ഹെർണിയയ്ക്ക് വേണ്ടി അഡ്മിറ്റ് ചെയ്തു. എന്തൊക്കെയോ വേദനയോ കാര്യങ്ങളൊക്കെ ആയത്. പക്ഷെ അതിന് 2 വർഷം ഫുള്ളി 2 വർഷം എന്ന് പറയുമ്പോൾ 3 ഇയർലി പ്രീമിയം അടച്ച് കഴിഞ്ഞതിന് ശേഷമാണ്, അത് നിലവിലുള്ളത് കൊണ്ട് ആയതുകൊണ്ട് നമുക്ക് 3 ഇയർലി എന്ന് കഴിഞ്ഞ് 4ാമത്തെ വർഷം മുതലാണ് അവർക്ക് അതിന് വന്ന ക്ലെയിം കിട്ടുള്ളൂ. അപ്പോൾ അതിനിപ്പുറം അവർ കുറേ പ്രാവശ്യം ആശുപത്രി കിടന്നു. 2 പ്രാവശ്യം ഇതിനു വേണ്ടി ആശുപത്രി കിടന്നു, വേറെ കാര്യങ്ങൾക്കൊക്കെ കിടന്നു, ഇത് റിലേറ്റഡ് ആയിട്ട്. അപ്പോൾ അവർക്കത് ക്ലെയിം കിട്ടില്ല. ഇന്ന് കയറി വന്നിട്ട് വേറെ എന്തൊക്കെയോ കാര്യത്തിന് ആശുപത്രിയിൽ പോയി. അന്ന് തന്നെ ടെസ്റ്റ് ചെയ്തപ്പോൾ 5000 രൂപയായി കിട്ടുമോ എന്ന് ചോദിച്ചാണ് വന്ന ഓഫീസിൽ. ഞാൻ പറഞ്ഞു ഇല്ല, ഒരു കിടന്ന് ചികിത്സ വന്നാൽ മാത്രമാണ് നമുക്കിതിനകത്ത് ക്ലെയിം കിട്ടുള്ളൂ. അല്ലാതൊരു സാഹചര്യമുണ്ട്. നമുക്കൊരു അഡ്മിഷൻ, അർഹതപ്പെട്ട ഒരു അഡ്മിഷൻ വന്ന് കഴിയണതിന് മുമ്പ്, നമ്മൾ ചില പോളിസികളിൽ 30 ദിവസം മുമ്പും ചില പോളിസിയിൽ 60 ദിവസം മുമ്പും നമുക്കൊരു അഡ്മിഷന് മുമ്പ് ആശുപത്രി പോയിട്ടുണ്ടെങ്കിൽ അത് റീഇംബേഴ്സ്മെൻ്റ് ആയിട്ട് മേടിക്കാം. അതിനുശേഷം അഡ്മിഷൻ കഴിഞ്ഞ് വീട്ടിൽ പോയിട്ട് 90 ദിവസം വരെ ആശുപത്രി പോയി കാണുന്ന ചിലവുകൾ, മരുന്ന്, മറ്റ് ടെസ്റ്റുകളെല്ലാം നമുക്ക് മേടിക്കാവുന്ന ചില പോളിസികൾ. ചിലതിൽ 60 ദിവസം മാത്രമാണ് കിട്ടുള്ളൂ, ചിലതിൽ 90 ദിവസം വരെ കിട്ടും. അത് പോളിസിയുടെ ഒരു പുതിയ പോളിസികളിൽ കൊടുക്കുന്ന കവറേജുകളാണ്. അത് പല പോളിസിക്ക് പല തരത്തിലാണ് കവറേജ് കിട്ടുന്നത്. ഞാൻ പറഞ്ഞു, ചിലതിൽ 30 ദിവസം ഫ്രീയും 60 ദിവസം പോസ്റ്റും, ചിലതിൽ 60 ദിവസം ഫ്രീയും 90 ദിവസം പോസ്റ്റും, അങ്ങനെയൊക്കെ കിട്ടുന്ന പോളിസികൾ നമുക്കുണ്ട്. അതൊക്കെ നമ്മൾ എടുത്തു വയ്ക്കുന്ന പോളിസിയിൽ അങ്ങനെ കൂടുതൽ കിട്ടുന്ന പോളിസിക്ക് കൂടുതൽ പ്രീമിയം ആയിരിക്കും, ആനുകൂല്യങ്ങളായിരിക്കും. അങ്ങനെ കിട്ടത്തില്ല. അല്ലാതെ നമ്മൾ പോയി ചുമ്മാ വെറുതെ ഒരു പനിക്ക് മരുന്ന് മേടിച്ചു, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അസുഖം വന്ന് മരുന്ന് മേടിച്ചു 2-3 പ്രാവശ്യം പോയി തിരിച്ച് വീട്ടിൽ വന്നാൽ 10 പൈസ പോലും നമുക്ക് കിട്ടില്ല. ഇനി അങ്ങനെ കിട്ടുന്ന പോളിസികളുണ്ട്. ഒരു 25,000 രൂപയൊക്കെ അങ്ങനെ കിട്ടുന്നതിന് 15,000 കൂടുതൽ പ്രീമിയം അടയ്ക്കുന്ന പോളിസികളാണ് ചില കമ്പനികൾക്കൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ പലരൊന്നും അതെടുക്കാൻ സാധ്യതയില്ല. ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഹെൽത്ത് ഇൻഷുറൻസിൽ നമ്മൾക്ക് അറിയില്ലാതെ, ഒന്നും അറിയാതെ ഇങ്ങനെ അഭിപ്രായം പറയണ കേൾക്കുമ്പം അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ നിന്നാൽ നമുക്ക് പറ്റില്ലാത്തതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോരുന്നല്ല, മിണ്ടാതിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എന്താണ് നമ്മൾ എടുത്തു വച്ചിരിക്കുന്നത്, നമുക്ക് അതിനകത്തുകൂടി എന്തൊക്കെ കിട്ടും. നമ്മുടെ പോളിസി തന്നെയല്ല മറ്റുള്ളവനെ ഉപദേശിക്കാൻ പോയാൽ അവനെടുത്തിരിക്കുന്നത്. പലർക്കും അവരടയ്ക്കുന്ന പൈസ അനുസരിച്ചും അവരെടുക്കുന്ന സ്കീം അനുസരിച്ചും എല്ലാവർക്കും കൂടെ ഒരു ഫാമിലിയിൽ ഒന്നിച്ച് ഒരു പോളിസി ഇതെടുക്കാം. അപ്പോൾ ആ ഒരു സമ്മർഷേഡ്, അതാണ് ഫ്ലോട്ടർ. ഒരു 10 ലക്ഷത്തിൻ്റെ എടുത്താൽ എല്ലാവർക്കും കൂടി ഒരു വർഷം 10 ലക്ഷം. ചിലർക്ക് ഇൻഡിവിജ്വലായിട്ട് എടുക്കാം. ഒറ്റ പോളിസിയെ തന്നെ ഓരോരുത്തർക്കും 10 ലക്ഷം അല്ലെങ്കിൽ 15 ലക്ഷം അങ്ങനെ എടുക്കാവുന്ന പോളിസികളുണ്ട്. ഇത് ചിലപ്പോൾ ഒരു ഫാമിലി തന്നെ ഞാൻ തന്നെ കൊടുത്തിട്ടുണ്ട്. അച്ഛന് 10 ലക്ഷം, അമ്മയ്ക്ക് 5 ലക്ഷം, മക്കൾക്ക് 2 പേർക്കും 5 ലക്ഷം. ഇനി അച്ഛന് 25 ലക്ഷം, അമ്മയ്ക്ക് 10 ലക്ഷം, മറ്റുള്ളവർക്ക് 5 ലക്ഷം വീതം അങ്ങനെ കൊടുക്കാവുന്ന പോളിസികളുണ്ട്. അതൊക്കെ നമ്മൾ അവർക്ക് കൊടുത്തിരിക്കുന്ന പോളിസിയുടെ ആനുകൂല്യമാണ് അവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അതെല്ലാവരെയും കൂടെ ഒറ്റ രീതിയിൽ പറഞ്ഞാൽ അത് തരാതിരിക്കാനാണ് അവർ ശ്രമിക്കണേ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ കേൾക്കുമ്പം ഉണ്ടാകുന്ന ഒരു വിഷമം. ഞാനൊക്കെ പരമാവധി ഓരോ ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ പോളിസികളൊക്കെ വിറ്റഴിക്കണേ. എനിക്ക് കിട്ടുന്ന വരുമാനം അത് അവർക്ക് ക്ലെയിം കിട്ടിയാൽ മാത്രമാണ് നമുക്ക് പിന്നെയും ഒരാൾ റെഫർ ചെയ്ത് പോളിസി വരുള്ളൂ. അപ്പോൾ പരമാവധി മേടിച്ചു കൊടുക്കാൻ നമുക്ക് പറ്റുന്ന സർവീസുകളൊക്കെ കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്.
അപ്പോൾ ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന അവർക്ക് അറിയാത്തത് കൊണ്ടല്ലേ, അപ്പോൾ ഒന്ന് മനസ്സിലാക്കി കൊടുക്കാൻ, ഓരോരുത്തരെയും പറഞ്ഞ് മനസ്സിലാക്കാൻ നമുക്ക് പറ്റില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത്. അപ്പോൾ ഇനി ബാക്കി കാര്യങ്ങൾ, ഇതിന് ഇത്രയൊന്നും അല്ല, കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ അടിയിൽ നിങ്ങൾക്ക് കമൻ്റ് ഇടാം. വാട്സാപ്പിൽ മെസ്സേജ് ഇടുകയോ ചെയ്യാം, ഞാൻ അതിന് തീർച്ചയായിട്ടും മറുപടി തരുന്നതാണ്. വിളിക്കരുത്, വിളിച്ചാൽ ചിലപ്പോൾ തിരക്കൊക്കെ ആണെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് സങ്കടം വന്നിട്ടോ അല്ലെങ്കിൽ പരാതി പറഞ്ഞിട്ടോ കാര്യമില്ല. അതുകൊണ്ട് ഒള്ളി വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക. എൻ്റെ വാട്സാപ്പ് നമ്പർ ഇതിൻ്റെ താഴെ കൊടുത്തിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ നന്ദി, നമസ്കാരം.